മനുഷ്യന്റെ ചിന്തകളെയോ വീക്ഷണങ്ങളെയോ ഓർമ്മകളെയോ വികാരങ്ങളെയോ ഭാവനകളെയോ ബൗദ്ധികപരമായും ബോധപൂർവമോ അബോധപൂർവമോ അവലംബമാക്കുന്നതിന് ഉപയോഗിക്കുന്നതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ചുറ്റുമുള്ള നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധവും പ്രതികരണശേഷിയും ചിന്തിക്കാനും അനുഭവിക്കാനുമുള്ള ബോധവും നൽകുന്നത് മനസ്സാണ്. അങ്ങനെയുള്ള എന്റെ മനസ്സ് ആകെ തളരുന്നു. എന്തെന്നാൽ എന്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലെ മനുഷ്യജന്മങ്ങൾ വർഷങ്ങളായി വിഷപുക വിഷകാർബണുകൾ ശ്വസിച്ചാണ് ജീവിക്കുന്നത്. ഈ വിഷകാർബണുകൾ ശ്വസിക്കുന്നതു മൂലം എന്റെ കുടുംബത്തിൽ ഉൾപ്പെടെ പല മനുഷ്യജന്മങ്ങളും നിത്യരോഗികളായി. പല പ്രിയപ്പെട്ടവരും അകാലത്തിൽ മരണമടഞ്ഞു. വിഷപുക വിഷകാർബണുകൾ ശ്വസിച്ച് ഗർഭിണികൾ ബുദ്ധിമുട്ടുന്നു. ഗർഭസ്ഥ ശിശുക്കൾ ഇല്ലാതാകുന്നു. വിഷപ്ലാന്റിൽ നിന്നും പുറം തള്ളുന്ന വിഷപുക വിഷകാർബണുകൾ ശ്വസിച്ച് പഠനം നടത്തുന്ന കടപ്ര ചല്ലേത്തുപാറയിലെ MTLP സ്കൂളിലെ കുട്ടികൾ. വിഷപുകയുടെ മാരകമായ രൂക്ഷഗന്ധം കാരണം സ്കൂൾ പൂർണ്ണമായും അടച്ചിട്ട് പഠനം നടത്തുന്നു. കുട്ടികൾക്കെല്ലാം അസ്വസ്ഥതകളും വിഷപുക ശ്വസിച്ച് ചുമയും മറ്റസ്വസ്ഥതകളും. ജനങ്ങളുടെ പരാതികൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന്റെ പരിഗണന പോലും നൽകാത്ത കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആറന്മുള മണ്ഡലത്തിലെ കുട്ടികൾക്കാണ് ഈ ദുരവസ്ഥ. അസുഖങ്ങൾ കാരണം കുട്ടികളുടെ പഠനദിനങ്ങൾ ഇല്ലാതാകുന്നു. കുട്ടികളിൽ വൈജ്ഞാനിക കഴിവുകൾ നഷ്ടപ്പെടുന്നു. പകലു മുഴുവൻ ഈ വിഷകാർബണുകൾ ശ്വസിച്ച് ഓക്സിജൻ അളവ് കുറഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യജന്മങ്ങൾ രാവിലെ ജീവനില്ലാതെ കിടക്കുന്ന അവസ്ഥ കൺമുന്നിൽ കാണുന്നു. ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി മല്ലിടുന്ന മനുഷ്യജന്മങ്ങൾ. നിരന്തരം വിഷപുക വിഷകാർബണുകൾ ശ്വസിക്കുന്നതിനാൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തളരുന്ന സാധാരണക്കാരായ മനുഷ്യജന്മങ്ങൾ. ഒരു ദിവസം തൊഴിലിടത്തിൽ പോയാൽ വീട്ടിൽ പകൽ മുഴുവൻ വിഷപുക ശ്വസിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെക്കൊണ്ട് അർദ്ധരാത്രിയിലോ പിറ്റേന്നു പകലോ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടുന്നു കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിനും അന്തരീക്ഷത്തിനും മൗലിക അവകാശങ്ങൾക്കും സംരക്ഷണം തരേണ്ട കേരള സർക്കാർ ഭരണാധികാരികൾ ജനങ്ങളുടെ പരാതികൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്ത ജനപ്രതിനിധികൾ, സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥ, നീതിന്യായ വകുപ്പുകളും ബ്രിഗേഡിയർമാരും മുൻ ഇന്ത്യൻ ജവാന്മാരും എല്ലാം വിഷപുക വിഷകാർബണുകൾ പുറംതള്ളുന്ന പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർ ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് ഉടമയായ പ്രസാദ് മാത്യു എന്ന സാമൂഹ്യദ്രോഹിക്കൊപ്പം കുടപിടിച്ച് നട്ടെല്ല് വളച്ച് ജനദ്രോഹപ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. ഈ പ്രദേശത്തെ ജനങ്ങളെ വിഷപുക വിഷകാർബണുകൾ ശ്വസിപ്പിച്ച് നിത്യരോഗികളാക്കി ഇഞ്ചിഞ്ചായി കൊല്ലാൻ വംശഹത്യ നടത്താൻ ബയോളജിക്കൽ വാർ ചെയ്യുന്നു. എന്റെ നാടിനെ മനുഷ്യജന്തുജീവജാലങ്ങളെ ബയോളജിക്കൽ വാർ ചെയ്ത് വംശഹത്യ ചെയ്യുന്ന ഈ മുതലാളിത്വ ഭരണകൂട ഉദ്യോഗസ്ഥ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരെ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യജന്മങ്ങൾ പ്രതിരോധം തീർക്കുമ്പോൾ നിരായുധരായി സമാധാനപൂർവ്വം പ്രതിഷേധിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ തെരുവിൽ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് മുതലാളിത്വ രാഷ്ട്രീയ ഭരണകൂട പ്രണനം നടത്തുന്ന പോലീസ് അധികാരികൾ. പണശക്തിക്കും സ്വാധീനത്തിനും മുന്നിൽ നമ്മുടെ നാട്ടിലെ നിയമവും രാഷ്ട്രീയവും സർക്കാർ ഉദ്യോഗസ്ഥ കൂട്ടവും കീഴടങ്ങും. അതിന് ഉദാഹരണം ആണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അവർ തന്നെ കാറ്റിൽ പറത്തി അനുമതി നൽകിയിരിക്കുന്നത്. ജനവാസമേഖലയിൽ നിന്നു പ്ലാന്റിലേക്കുള്ള ദൂരപരിധി 500 മീറ്റർ എന്നുള്ളത് 50 മീറ്ററാക്കി കുറച്ചു. അന്തരീക്ഷത്തിലെ പൊടിപടലത്തിന്റെ അളവ് മീറ്റർ ക്യൂബിന് 50 എന്നുള്ളത് 200 ആക്കി ഉയർത്തിയാണ് പ്രദേശത്ത് പ്ലാന്റിന് അനുമതി നൽകിയിരിക്കുന്നത്. ഭൂപ്രകൃതിയും ഇത്തരമൊരു പ്ലാന്റ് പ്രവർത്തനത്തിന് അനുകൂലമല്ല. പൊല്യൂഷൻ ബോർഡ് ഉദ്യോഗസ്ഥ തിരുവല്ല സബ് കളക്ടർ 8 ഓഗസ്റ്റ് 2024 വിളിച്ച ചർച്ചയിൽ തങ്ങൾക്ക് അനുയോജ്യമായ നിലവാരമുള്ള പൊല്യൂഷൻ ടെസ്റ്റ് ഉപകരണങ്ങളൊന്നും ഇല്ലെന്ന് സബ് കളക്ടർ മുമ്പാകെ വ്യക്തമാക്കി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്രയും വർഷങ്ങളായി ഇവിടുത്തെ മലിനീകരണം അളക്കാനുള്ള ഉപകരണം ഇല്ലാതെയാണ് പൊല്യൂഷൻ ഇല്ല എന്നു പറഞ്ഞ് അനുമതി നൽകിക്കൊണ്ടിരുന്നത്. മനുഷ്യജന്മങ്ങളെ കൊല്ലാൻ ഒരു സാമൂഹ്യദ്രോഹിക്കൊപ്പം കുടപിടിച്ചു നിൽക്കുന്നു ഈ സർക്കാർ ഉദ്യോഗസ്ഥരും നിയമപാലകരും കേരള സർക്കാരും എല്ലാം. എല്ലാ ദിവസവും സാധാരണ ദിവസമാണെങ്കിലും ഓരോ ദിവസവും മരണവാർത്തകൾ കേൾക്കുമ്പോഴും മനുജന്മങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നു കേൾക്കുമ്പോഴും കടപ്ര തട്ടക്കാട് നിവാസികൾ കടന്നുപോകുന്നത് ഭയാനകമായ ദിവസങ്ങളിലൂടെയാണ്. 13 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞുനോക്കുമ്പോൾ കടപ്ര തട്ടക്കാട് പ്രദേശങ്ങളിൽ പലരും ശ്വാസകോശരോഗം, അർബുദം, അന്ധത, ജനങ്ങളിൽ അഭൂതപൂർവമായ ജനിതക രോഗങ്ങളുടെ വർധന, വന്ധ്യത, ക്യാൻസർ, ആസ്മ ബാധിച്ച് ഒരു വീട്ടിൽ ഒന്നിലധികം വിട്ടുമാറാത്ത രോഗികൾ, മാരകമായ രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന മനുഷ്യജനനങ്ങൾ, പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന കാൻസർ രോഗികളുടെ എണ്ണം, വിഷപുക വിഷകാർബണുകൾ ശ്വസിക്കുന്നതുമൂലം ഗർഭസ്ഥ ശിശുക്കൾ മരിക്കൽ, ഗർഭിണികൾ അമിതമായ വിഷവാതകം ഏൽക്കുന്നതുമൂലമുള്ള മാസം തികയാതെയുള്ള പ്രസവങ്ങൾ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ രോഗികളാകുന്നത് തുടങ്ങി നാട്ടിൽ എല്ലായിടത്തും ആരോഗ്യപ്രശ്നങ്ങൾ. ബിറ്റുമിൻ ടാർ മിക്സിംഗ് പ്ലാന്റ് പുറന്തള്ളുന്ന വിഷപുകയാൽ കിണർ വെള്ളം മലിനമാകുന്നു. ശുദ്ധവായു ശ്വസിക്കാനും ശുദ്ധജലം കുടിക്കാനുമുള്ള മനുഷ്യാവകാശം മനുഷ്യജന്മങ്ങൾക്ക് നിഷേധിച്ചു.
ഇവയെല്ലാം പിരമിഡ് കുറ്റിക്കാട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും പുറംതള്ളുന്ന വിഷപുക വിഷകാർബണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലാന്റിൽ നിന്നും പുറംതള്ളുന്ന വിഷപുക വിഷകാർബണുകളുടെ സമ്പർക്കം മൂലം വിട്ടുമാറാത്ത രോഗങ്ങളുമായി ജീവിക്കുന്നു മനുഷ്യജന്മങ്ങൾ. കുട്ടികൾ ഒക്കാനം, തലവേദന, വയറുവേദന, തലകറക്കം എന്നിവ ഉണ്ടാകുന്നു. നിരവധി പേർ കുഴഞ്ഞു വീണു മരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഉറങ്ങിക്കിടന്നവർ മരണത്തിന് കീഴടങ്ങി. കടപ്രയിലെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തം. കടപ്രയിലെ പിരമിഡ് കുറ്റിക്കാട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമെൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകം കടപ്ര തട്ടക്കാട് നിവാസികൾ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമാണ്. ഈ വിഷലിപ്തമായ കാർബണുകൾ കാരണം പ്രദേശത്ത് മലിനമാക്കുന്ന മണ്ണും വെള്ളവും പ്രകൃതിയും വായുവും മൂലം ഓരോ വീട്ടിലും സ്ഥിരമായ രോഗങ്ങൾ ഉണ്ടാക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമെൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് ഉയർന്ന ഊഷ്മാവിൽ 500 ഡിഗ്രി സെൽഷ്യസിൽ പ്ലസിൽ പുറന്തള്ളുന്ന വിഷവാതകം കാരണം കടപ്രയിലും പരിസരത്തുമുള്ള മനുഷ്യർ വർഷം തോറും 10 തരം ഹെറ്ററോസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബണുകളും 17 തരം കാർസിനോജനിക് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബണുകളും ശ്വസിക്കുന്നു. വർഷം തോറും ഞങ്ങളുടെ കുട്ടികൾക്ക് ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ സംഭവിക്കുന്നു. ശ്വാസകോശത്തിന്റെ ശേഷി കുറയുന്നു. വർഷാവർഷം രാഷ്ട്രീയക്കാർ ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി കടന്നുപോകുന്നു. ജനപ്രതിനിധികൾ ആയി ഞങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ച് നിസ്സംഗതരായി ഇരിക്കുന്നു. ഞങ്ങൾ പതുക്കെ മരിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾ പതുക്കെ മരിക്കുന്നു. ജനപ്രതിനിധികൾ അവരുടെ നിസ്സംഗതയിൽ നിന്ന് ഉണർന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ പലതവണ അവരെ സമീപിച്ചു. പക്ഷേ ഞങ്ങളുടെ പരാതികളോടും അപേക്ഷകളോടും ഭരണകൂടം മുഖം തിരിച്ചു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിനാൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ശ്വസിക്കാനുള്ള ഞങ്ങളുടെ അവകാശം, സുരക്ഷിതമായ ശുദ്ധവായുവിൽ ഞങ്ങളുടെ കുട്ടികളെ വളർത്താനുള്ള ഞങ്ങളുടെ അവകാശം, ശുദ്ധജലത്തിനുള്ള മലിനമാകാത്ത മണ്ണിനായുള്ള ഞങ്ങളുടെ അവകാശം എന്നിവ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നീണ്ട 13 വർഷമായി കടപ്രയിൽ മനുഷ്യജന്മങ്ങൾ ശ്വസിച്ചത് വിഷപ്പുകയാണ്. ഒരു മനുഷ്യന് ശ്വസിക്കാൻ മണിക്കൂറിൽ 13.5 കിലോ ഓക്സിജൻ ആവശ്യമാണ്. കടപ്രയിലെ പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന വിഷപുക വിഷകാർബണുകൾ മൂലം അത് സാധ്യമല്ലാതെയാകുന്നു. ഓക്സിജന്റെ അഭാവം മനുഷ്യരക്തത്തെ മലിനമാക്കുന്നു. മലിനമായ വായുവിൽ നിന്നുള്ള ഏറ്റവും മികച്ച കണികകൾ രക്തപ്രവാഹത്തിലൂടെയും മൂക്കിലൂടെയും തലച്ചോറിലെത്തുന്നു. ഈ വായു മലിനീകരണം ന്യൂറോ ഇൻഫ്ലമേഷനും നാഡീകോശങ്ങൾക്ക് കേടുപാടുകളും സ്ട്രെസ് ഹോർമോൺ ഉൽപാദനത്തിലെ മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. ലോകാരോഗ്യ സംഘടന WHO കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള ഓരോ 10 ആളുകളിൽ 9 പേരും മലിനമായ വായു ശ്വസിക്കുന്നു എന്നും മലിനമായ വായു ശ്വസിക്കുന്നത് പ്രതിവർഷം 7 ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നു എന്നും പറയുന്നു. പഠനങ്ങൾ വായു മലിനീകരണത്തിന്റെ പ്രതികൂല ഫലങ്ങളായി ശ്വസൻ, ഹൃദയ, ന്യൂറോവാസ്കുലർ രോഗങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അന്തരീക്ഷ മലിനീകരണം ഗുരുതരമായ ന്യൂറോ കോഗ്നിറ്റീവ് ഇഫക്റ്റുകൾക്ക് കാരണമാകും. പെരുമാറ്റ മാറ്റങ്ങൾ മുതൽ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് വരെ. ഇത് ആത്യന്തികമായി മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. വൃത്തികെട്ട വായു നിങ്ങളുടെ തലച്ചോറിനും ദോഷകരമാണെന്നതിന് ഇപ്പോൾ വർദ്ധിച്ചുവരുന്ന തെളിവുകൾ ഉണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ഉയർന്ന അളവിലുള്ള വായു മലിനീകരണം കുട്ടികളുടെ വൈജ്ഞാനിക കഴിവുകളെ തകരാറിലാക്കുകയും മുതിർന്നവരിൽ വൈജ്ഞാനിക തകർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വിഷാദത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും കേരള സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മെ മനുഷ്യരായി കണക്കാക്കാതെ ഭൂമിയുടെ ജൈവിക ലോകത്ത് നിന്ന് വേർപെടുത്തുകയും മനുഷ്യരാശിക്ക് മൊത്തം നാശമുണ്ടാക്കുന്ന ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് ഉടമയ്ക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 21 അനുച്ഛേദത്തിൽ അന്തർലീനമായി ജീവിക്കാനുള്ള അവകാശവും വൃത്തിയുള്ള പരിസ്ഥിതിയും ആരോഗ്യത്തിനുള്ള അവകാശവും എല്ലാം അടങ്ങിയ മൗലികാവകാശങ്ങളും പ്രസാദ് മാത്യു എന്ന വ്യക്തിയുടെ പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് ലംഘിക്കുകയാണ്. ശുദ്ധവും ആരോഗ്യകരവും സുസ്ഥിരവുമായ അന്തരീക്ഷം 2022 ജൂലൈ 28 UN ജനറൽ അസംബ്ലി മനുഷ്യാവകാശമായി അംഗീകരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പണം കൈമാറി ജനങ്ങളെ രോഗികളാക്കി കൊല്ലാൻ പ്രസാദ് മാത്യു പ്രവർത്തിപ്പിക്കുന്ന നിശബ്ദ കൊലയാളിയാണ് പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമെൻ ഹോട്ട് ടാർ മിക്സിംഗ് പ്ലാന്റ്. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന വിഷപുക വിഷകാർബണുകൾ ശ്വസിപ്പിച്ച് മനുഷ്യജന്മങ്ങളെ നിത്യരോഗികളാക്കി കൊല്ലാൻ കേരള സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിഷപ്ലാന്റ് ഉടമയുമായി കൈകോർക്കുന്നു. അവർ അതിനെ വികസനം എന്ന് വിളിക്കുന്നു.
നമ്മുടെ സാധാരണ ജീവിതം ഇവിടെ അസാധ്യമായിരിക്കുന്നു. മാനസികമായും ശാരീരികമായും അസ്വാസ്ഥ്യം. വീടിനുള്ളിൽ പോലും നല്ല വായു ശ്വസിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നിഷേധിച്ചു. സുരക്ഷിതമായ വായുവിൽ കുട്ടികളെ വളർത്താനുള്ള ഞങ്ങളുടെ അവകാശം നിഷേധിച്ചു. വിവിധതരം രോഗങ്ങളാൽ, അസ്വസ്ഥതകളാൽ വലയുന്ന മനുഷ്യജന്മങ്ങൾ. കേരള സർക്കാർ മുഖ്യമന്ത്രി മുതൽ എല്ലാ അധികാരികൾക്കും പരാതികൾ നൽകി. യാതൊരു പ്രയോജനവും ഇല്ല. ജനങ്ങളുടെ പരാതികൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്ത അധികാരികൾ. വിപ്ലവത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച്, മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന എത്രയോ നേതാക്കൾ എന്റെ ചുറ്റിനുമുണ്ട്. എന്നാൽ അവരാരും തങ്ങൾ പറയുന്ന ആദർശം കൃത്യമായി ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നും അവരുടെ ആദർശങ്ങളെല്ലാം വെറും കാപട്യം നിറഞ്ഞ പൊള്ളത്തരങ്ങൾ ആണെന്നും എന്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നു. ദുഷിച്ച ജീർണതകൾ നടമാടുന്ന ആധുനിക കാലത്ത് ജനങ്ങളെ തെളിമയാർന്ന അന്തരീക്ഷത്തിലേക്ക്, ആദർശത്തിലേക്ക്, ജീവിതത്തിലേക്ക് നയിക്കണമെങ്കിലും എന്ത് ശുദ്ധീകരണമാണ് വേണ്ടത്? ഒരു രാഷ്ട്രീയ ശുദ്ധീകരണം ഈ നാടിനാവശ്യമായ കാലം അടുത്തിരിക്കുന്നു. അധികാരത്തിലേറിയാൽ വായു മലിനീകരണത്തിനും പൗരന്മാരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനും എതിരെ ആരും ഒന്നും സംസാരിക്കില്ല. എന്നാൽ മലിനീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങുന്നു. കുറ്റിക്കാട്ട് പ്രസാദ് മാത്യുവിന്റെ പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർ ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് സൃഷ്ടിക്കുന്ന അനിയന്ത്രിതമായ മലിനീകരണത്തിന് യാതൊരു പരിഹാരവും കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. വീണ്ടും ഞങ്ങൾ പറയുന്നു, കുമ്പനാട് കടപ്രദേശത്തേക്കാട് പ്രദേശത്തെ മനുഷ്യവംശങ്ങളെ തന്നെ കഴിഞ്ഞ 13 വർഷക്കാലമായി വിഷകാർബണുകൾ ശ്വസിപ്പിച്ച് നിത്യരോഗികളാക്കി വംശഹത്യ നടത്തുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അന്തർലീനമായ മൗലികാവകാശങ്ങളുടെ ലംഘനം നടത്തി വിഷകാർബണുകൾ പുറംതള്ളുന്ന അഴിമതിയിൽ ഗർഭം ധരിച്ച പിരമിഡ് കുറ്റിക്കാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിറ്റുമിൻ ടാർ ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ CRPC 133 വകുപ്പ് പ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകി അടച്ചുപൂട്ടി പൊളിച്ചു മാറ്റുക. This is a realistic noise of the plant at about more than 100 meters away. And there's no amplification, nothing done. It is just as recorded by a camera phone. അത് പറഞ്ഞത് ഇത് ശരിയായിട്ടുള്ള നോയ്സ് തന്നെയാണ്, കാടിന് വരുന്ന നോയ്സ് തന്നെയാണ്. ഇത് ഒരു നോയ്സ് മെഷർമെൻറ്റ് മീറ്റർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 65-70 ഡെസിബിൾസിലോട്ടാണ് സൗണ്ട് പോകാൻ പോകുന്നത്. ആ നോയ്സ് ഇസ് ദ ഈസിയസ്റ്റ് പാരാമീറ്റർ ടു മെഷർ. One of the easiest parameter to measure, and at 100 meters, this plant or any plant with these specifications, that is a drum plant, especially sitting in a lower level, in a granite pit, in a granite valley, the noise will be at least 80 dB or more, at 100 meters, as measured from 100 meters. We have seen this on tables. We have seen that the tables usually say in terms of straight line. The straight line are a lot, because it spreads out easy, so as measured from one direction, it will not be that much. This one is sitting down, it is even echoing here and there. So it's a lot more louder than that. But it doesn't matter. At 100 meters at the nearest home, at the boundary or at the perimeter, as the way it is specified in the consent form, it would have exceeded the 55 dB. And it's way above 55 dB. I can guarantee you this is way above 55 dB as long as it's more than 28 seconds. This is the general rule. We may follow a different, but we don't have to worry about it. We are not talking the difference of 1, 2, 3 seconds. We are talking about it will run for several minutes, 10, 20 minutes at that kind of speed. Initially it will be just aggregates, and that is when it will be the loudest. When the bitumen additive adds in, it all becomes sticky and the noise will become a little bit lower. That's all there is to it. There's simple logic here, and measurements will have to follow, and you will get it. If PCB fails to come up with the measurements, given that they have failed to show the measurements, they can't come up with any artificial measurements. We don't agree, because that's not the standard. Our lawyers should know this. This is not rocket science, I might say, but this is just going to be common sense if you care to listen and care to look at things.